Hi, എല്ലാവർക്കും നമസ്കാരം and welcome back to our channel Lifestyle Beats with Harsha. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഐ ഷാഡോ അപ്ലൈ ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. ഇനിയും അതിന്റെ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഐ മേക്കപ്പ് എന്ന് പറയുമ്പോൾ കാജൽ ആൻഡ് ഐലൈനർ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇടാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. വെറും ലൈനർ അല്ല, നമ്മൾ വിങ് ലൈനർ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു ട്രിക്ക് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ വിങ് ലൈനർ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടും വരില്ല. ഞാനും ഈ ഇടയ്ക്കാണ് ഇങ്ങനത്തെ ഒരു ട്രിക്ക് പഠിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. ഭയങ്കര എളുപ്പമാണ് ആൻഡ് നല്ലൊരു ട്രിക്കാണത്. ആൻഡ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐ മേക്കപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഐ ലൈനർ ഒരിക്കലും തെറ്റില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐ ലൈനർ വിങ് ലൈനർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് ഐലൈനറും എടുക്കാം, ലിക്വിഡ് എടുക്കാം, പെൻസിൽ എടുക്കാം, ജെൽ ലൈനർ എടുക്കാം, നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച്. ഞാൻ ലിക്വിഡ് ഐലൈനർ ആണ് എടുക്കുന്നത്. നമ്മൾ വിങ് ലൈനർ അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര പാടാണ് അല്ലേ. ഇപ്പുറത്തെ ഒരു സൈഡ് പോവും, ഇപ്പുറത്തെ ഒരു സൈഡ് പോവും. നമ്മൾ ഒരു തിൻ വിങ് ലൈനർ ആണ് നോക്കുന്നത്, അത് കൂടി 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 ഭയങ്കര വൃത്തികേടായി പോകും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ നോക്കുക വിങ് എവിടെയാ വേണ്ടതെന്നുള്ളത്. ഇപ്പൊ നമുക്ക് വിങ് നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഒരു ഒബ്ജക്റ്റ് എടുക്കുക, എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ പോയിന്റഡ് ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ATM കാർഡ്സ് ഉണ്ടാവും, ഓക്കെ, ഡെബിറ്റ് കാർഡ്സ് ഉണ്ടാവും, ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടാവും. എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ കണ്ണിന്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യാം. ഇങ്ങനത്തെ വിങ് ആണോ വേണ്ടത് അതോ കുറച്ചും കൂടി സ്ലാന്റഡ് ആയിട്ടുള്ള വിങ് ആണോ വേണ്ടത്? പലർക്കും പല രീതിയാണ്. പലരും വിങ് ലൈനർ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ ഐലാഷ് നമ്മുടെ ലിപ്സിലോട്ട് ജോയിൻ ചെയ്യും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക്. പക്ഷെ ഞാൻ പറഞ്ഞു തരുന്ന ട്രിക്ക് എന്താന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ ലാഷസിന്റെ, അതായത് നമ്മുടെ ഈ ലാഷ് ലൈനിന്റെ തൊട്ടടുത്തായിട്ട് ജസ്റ്റ് ഒന്ന് ഐലൈനർ അപ്ലൈ ചെയ്യാം. ലാഷ് ലൈനിന്റെ തൊട്ടടുത്തായിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിക്കാം. എന്നിട്ട് നമുക്ക് എത്ര നീളത്തിലാണ് നമ്മുടെ ഐലൈനർ വേണ്ടത് അവിടെ ആയിട്ട് 2 ഡോട്ട് ഇടുക. ഞാൻ ഇവിടെ ഒരു ഡോട്ട് ഇട്ടു ആൻഡ് ഇവിടെ ഒരു ഡോട്ട് ഇട്ടു. ഓക്കെ, ഞാൻ 2 ഡോട്ട് ഇട്ടിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ചും കൂടി ഞാൻ ഡാർക്ക് ആക്കാം. 2 ഡോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. വിങ് ലൈനർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ലോവർ വാട്ടർ ലൈനിന്റെ ആ ഒരു സെയിം ലെവൽ, ആ ഒരു സെയിം ഷേപ്പിൽ വേണം നമ്മൾ നമ്മുടെ വിങ് ലൈനർ അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് നമ്മുടെ വാട്ടർ ലൈൻ ഇങ്ങനെയാ പോകുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെയായിട്ട് ലൈനർ അപ്ലൈ ചെയ്യരുത്. നമ്മുടെ വാട്ടർ ലൈനിന്റെ സെയിം ആ ഒരു പാരലൽ ആയിട്ട് തന്നെ നമ്മൾ നമ്മുടെ വിങ് അപ്ലൈ ചെയ്യാം. എൻ്റെ വാട്ടർ ലൈൻ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു സെയിം ഷേപ്പിലാണ് ഇതിപ്പോ ഞാൻ എൻ്റെ വിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ലൈൻ തന്നെ ലാഷ് ലൈനിലോട്ട് ഒന്ന് ജോയിൻ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഇതൊന്ന് ഫില്ല് ചെയ്യാം. നമ്മൾ ലാഷ് ലൈനിൽ നേരത്തെ തന്നെ ഐലൈനർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് നമ്മുടെ എൻഡ്സിലോട്ട് ജോയിൻ ചെയ്യാം. പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വിങ് ലൈനർ ഒരു പ്രയാസവും ഇല്ലാണ്ട് അപ്ലൈ ചെയ്തത്. അപ്പോൾ നമ്മൾ 2 കണ്ണിലും നല്ല അടിപൊളി ഒരു വിങ് ലൈനർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിനെ നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യണം. ജസ്റ്റ് കണ്ണും കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഐ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആവും. കണ്ണ് ഞാൻ ജസ്റ്റ് നോർമൽ നമ്മുടെ വാട്ടർ ലൈനിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. വാട്ടർ ലൈനിൽ
കണ്ണെഴുതുമ്പോൾ ജസ്റ്റ് ഒന്ന് അതുമായിട്ടൊന്ന് ജോയിൻ ചെയ്തേക്കുക. അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളൊരു നല്ലൊരു ഷേപ്പ് കിട്ടും. കണ്ടില്ല നമ്മൾ എന്ത് ഭംഗിയായിട്ടാണ് ആൻഡ് ഭംഗിയായിട്ടും ഈസി ആയിട്ടുമാണ് നമ്മൾ നമ്മുടെ വിങ് ലൈനർ എഴുതി നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തത്. ഈ ഒരു ട്രിക്ക് വെച്ചിട്ട് നിങ്ങൾ വിങ് ലൈനർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് മീ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. നിങ്ങൾക്ക് ജസ്റ്റ് 5 മിനിറ്റ്സ് പോലും എടുക്കില്ല നിങ്ങൾക്ക് ഒരു വിങ് ലൈനർ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഐ മേക്കപ്പ് ഫുള്ളി ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ളത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ തവണയും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്തേക്കുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് പ്ലീസ് ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ആ ഒരു റെഡ് ബട്ടൺ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ഗ്രേ ആക്കിക്കും. അപ്പോൾ നമുക്കിനി അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. Bye.